ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, ഇറാനിലെ മിനാബിലെ സ്കൂളിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 5 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണ അത്തരത്തിൽ സ്കൂളുകളെയും നേരത്തെ നമ്മൾ പലസ്തീനിലൊക്കെ ധാരാളമായി കണ്ടതാണ് സ്കൂളുകൾ ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിൽ മിനാബിലെ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 5 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. എന്തായാലും പശ്ചിമേഷ്യ ആശങ്കയുടെ മുൾമുനയിലാക്കുകയാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം. ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിക്കുന്നു ഇറാൻ. ടെഹ്റാനിലെ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഇസ്രായേലിലും UAE, ബഹ്റൈൻ, അബുദാബി എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളിലേക്കും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അബുദാബിയിൽ 1 മരണമെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, കൂടുതലുണ്ടാകുന്ന ആൾനാശങ്ങളുടെ വിവരങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. അധികം ആൾനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കട്ടെ എന്നത് പ്രാർത്ഥന മാത്രമാണ്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അടിയന്തര UN രക്ഷാസമിതി വിളിക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ബഹ്റൈനിലെ ഇന്ത്യക്കാരോട് ജാഗ്രത പാലിക്കാൻ എംബസിയോട് നിർദ്ദേശമുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നാണ് UAEയുടെ പ്രതികരണം. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള ഇറാൻ ആക്രമണത്തെ അപലപിച്ച് സൗദി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ മലയാളിക്കായി നോർക്ക, ഹെൽപ് ഡെസ്ക് തുടങ്ങിയെന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നു. ദുബായ് എയർപോർട്ട് ക്ലോസ്ഡ് എന്ന് ആൻവി എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. അത് ഒന്നുകൂടി ശരിയാണോ ഇല്ലയോ എന്ന് സ്ഥിരീകരിച്ച് പറയാം. UAE സേഫ് ആണെന്ന് മറ്റൊരു പ്രേക്ഷകൻ പറയുന്നു. ഒമാനിൽ പ്രോബ്ലങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ എന്താണ് ഖത്തർ എപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് നൌഷു എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്. അപ്പോൾ ഖത്തറിൽ ഇടയ്ക്കൊരു ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പിന്നെയും പൂർവാധികം ശക്തിയോടെ അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ കൂടുതൽ സ്ഫോടനങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുവൈറ്റിലും കേൾക്കുന്നു. അബുദാബി ഷാബിയ എന്ന സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട് കുറേ പ്രേക്ഷകർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ധാരാളമായി ഉള്ളതാണ്. അവർ വാർത്ത കാണുന്നുണ്ട്. വാർത്ത കണ്ടവർ നേർക്കുനേർ കാണുന്ന കാഴ്ചകൾ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ ചർച്ചകൾ ഇതിനോടകം തുടങ്ങിയിട്ടില്ല എന്ന് വേണം അറിയാൻ. ആദ്യഘട്ടത്തിൽ ഇറാനും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ടെഹ്റാനിലേക്ക് അടക്കം ആക്രമിച്ച ആദ്യ എപ്പിസോഡ്, അതിനുശേഷം അങ്ങനെ തീവ്രമായ എപ്പിസോഡ് പിന്നെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇറാനിൽ നിന്നും ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ എയർബേസുകൾ എപ്പോഴും ആക്രമിക്കുന്നു എന്നതിനപ്പുറം ഇസ്രായേലിലേക്ക് അയച്ച ഒരു സെറ്റ് ഓഫ് മിസൈലുമാക്കി നിർത്തിയാൽ പിന്നീട് അയച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധോക്തി അല്ലെങ്കിൽ ആ യുദ്ധം ഏതാണ്ട് സമാധാനത്തിലേക്ക് പോകുന്നതിന് സൂചനയാണോ അതോ കൂടുതൽ രൂക്ഷമാവാൻ പോവുകയാണോ എന്ന കാര്യവും നമുക്കറിയില്ല. പ്രജിൻ സിക്കണ്ണം, സുഹൈൽ മുഹമ്മദ് തുടരുന്നുണ്ട്. പ്രജിൻ, ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കുള്ള വാതിലുകൾ ആരെങ്കിലും തുറക്കാൻ ശ്രമിക്കുന്നുണ്ടോ പ്രജിൻ? ചർച്ചകളുടെ വാതിലുകൾ ആരും തുറക്കുന്നില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ഈ സംഘർഷ സാഹചര്യം കൂടുതൽ തീവ്രമാവുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ ഇറാന്റെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അവിടെ ഒരു സ്കൂൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു ഗേൾസ് എലിമെന്ററി സ്കൂളാണ്, മിനാബ് എന്ന സ്ഥലത്താണ് അത് ഉള്ളത്. അത് ഹോമസോൺ പ്രൊവിൻസിലെ ഭാഗം കൂടിയാണ്. അവിടെ ഒരു സ്കൂൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ 5 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഇറാനിലെ ദേശീയ വാർത്താ ഏജൻസി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള കുറേയധികം വാർത്തകൾ ഇങ്ങനെ കഴിഞ്ഞ മണിക്കൂറിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി മറുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഗൾഫ് മേഖലയിലാകെ തന്നെ അത്തരത്തിൽ ഒരു വലിയ ആശങ്ക നിലവിലുണ്ട്. ജോർദനിലും കുവൈറ്റിലും ഇറാഖിലും ഒക്കെ തന്നെ കഴിഞ്ഞ മണിക്കൂറിൽ കാഷ്വാലിറ്റീസ് ഉണ്ടായെന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത്. അതിൽ UAEയുടെ ഒരു പ്രതികരണം ഈ രീതിയിൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് UAEയിൽ ഈ പറയുന്ന അബുദാബിയിലടക്കം ആക്രമണം ഉണ്ടായി, മിസൈൽ പതിച്ചിരിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ UAE പറയുന്നു ഇതിനെതിരെ പ്രതികരിക്കാൻ, അല്ലെങ്കിൽ ഇതിനെതിരെ അറ്റാക്ക് ചെയ്യാൻ, ആക്രമിക്കാൻ എല്ലാ അവകാശവും തങ്ങളുടെ രാജ്യത്തിനുണ്ട് എന്ന് പറയുമ്പോൾ അവർ കൂടി ഈ യുദ്ധത്തിന്റെ ഭാഗമാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ പ്രതികരണത്തിൽ നിന്നും. മറ്റൊരു സമാധാന ശ്രമത്തിനോ ഒന്നും ഒരു ശ്രമങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഈ ആക്രമണത്തിന്റെ ഭാഗമാകുന്നു, അടിച്ചാൽ തിരിച്ചടി ഉണ്ടാകും എന്ന രീതിയിൽ തന്നെ നമുക്കതിനെ വായിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. നോക്കിയിരിക്കില്ല, ഈ രീതിയിൽ ജനവാസ മേഖല അടക്കം ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അറ്റാക്കായി തന്നെ കാണും, തിരികെ പ്രതികരിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന് UAE പറയുന്നു. ബഹ്റൈൻ പൂർണ്ണ തോതിൽ തന്നെ ഇതിനെ തള്ളിപ്പറയുകയാണ്. ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തിനും ഒപ്പം തന്നെ സുരക്ഷയ്ക്കുമുള്ള കടന്നുകയറ്റമാണ് എന്ന് പറയുന്നു, നഗ്നമായ ലംഘനമാണ് എന്ന് ബഹ്റൈൻ അതിനെ നിശിതമായി വിമർശിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവരും ഒരു തിരിച്ചടിക്കൊരുങ്ങുന്നു എന്നാണ് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതല്ലാതെ ഹാഷ്മി, നമുക്ക് ഈ പറയുന്ന സമാധാന ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അമേരിക്ക എന്ത് നിലപാട് ഇതിൽ പറയുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ പറഞ്ഞ ബഹ്റൈനുമായും ഖത്തറുമായും ഒക്കെ, ഇറാഖുമായും ഒക്കെ തന്നെ അടുത്ത് പ്രവർത്തിക്കുന്നതാണ് അമേരിക്ക. ഇവിടെ എല്ലാം തന്നെ അമേരിക്കയുടെ സൈനിക ട്രൂപ്പുകൾ ഉള്ളതാണ്. സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ സൈനികരുണ്ട്, അമേരിക്കൻ പൗരന്മാരുണ്ട്, ഇവരെല്ലാം ഉണ്ട്. എന്നിട്ടും അവിടെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അമേരിക്ക ഇതിന് അടക്കം ഒരു പ്രതികരണം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് അമേരിക്ക ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ നീക്കമെന്ന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ആശങ്ക, ഒരു അനിശ്ചിതത്വം ഈ രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ്.
പക്ഷേ അതിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ നേരത്തെ കണ്ടു ഇറാന്റെ ഭാഗത്തും മറ്റൊരു രീതിയിലുള്ള നീക്കം അതിൽ എത്രമാത്രം ഫലമുണ്ടാകുന്നത് മറ്റൊരു ചോദ്യമാണ്. എങ്കിൽ കൂടി അവർ പറയുന്നു UN രക്ഷാസമിതി ഇടപെടുക, ഒരു അടിയന്തരമായി യോഗം വിളിക്കുക എന്ന് പറയുമ്പോൾ ഈ ആക്രമണം ഈ രീതിയിൽ കൊണ്ടുപോകാൻ ഇറാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ റിസൾട്ട് എന്തോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അമേരിക്ക പക്ഷെ മിണ്ടുന്നില്ല. അമേരിക്കൻ പൗരന്മാരും സൈനിക ട്രൂപ്പുകളും ഒക്കെ നിരവധിയുള്ള ഗൾഫ് രാജ്യങ്ങളടക്കം ഇറാൻ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയാണ് ഇടപെടേണ്ടത്. ഖത്തർ അടക്കമുള്ള സഖ്യ രാജ്യങ്ങളുണ്ട്, അവരുടെ പൗരന്മാർ കൊല്ലപ്പെടുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. പക്ഷെ അമേരിക്ക മിണ്ടുന്നില്ല. അപ്പോൾ നേരെ സുഹൈലടക്കം സൂചിപ്പിച്ചു, അമേരിക്കയാണ് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിലൊക്കെ എടുക്കേണ്ടത്. അത് എപ്പോൾ ഉണ്ടാകും എന്ന ചോദ്യമാണ് ബാക്കി വന്നത്. ആഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.